ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെയർ എഫക്റ്റ് കൊടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ടെക്സ്റ്റിന് ഒരു ഹെയറിൻ്റെ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് നിലവിലൊരു പുതിയൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ടൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ നിലവിൽ നോർമൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ഒന്നാക്കിയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഹെയർ എഫക്റ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എഫക്ട്സിൽ വരുന്നു. എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, CC ഹെയർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും കേട്ടോ. ഇതിനെ ജസ്റ്റ് ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഈ ഒരു ലെയറിൽ കൊണ്ടിടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹെയറിൻ്റെ ഒരു എഫക്റ്റ് വന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, ഈ ഹെയറിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിലവിൽ ഓവർ കൂട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഇതിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഈ ഹെയറിൻ്റെ തിക്നെസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ആനിമേഷൻ കൊടുക്കാം. ഞാൻ നിലവിൽ ജസ്റ്റ് ഒരു ആനിമേഷൻ ഇവിടെ ഓൺ ചെയ്തിട്ട് ഞാൻ മാക്സിമം കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, മാക്സിമം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഇവിടേക്ക് വന്നിട്ട് ഒരു 2 സെക്കൻഡിലൊക്കെ വന്നിട്ട് നമുക്കിതൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് മാക്സിമം ഇനി കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എഫക്റ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ തെളിഞ്ഞ് കാണാൻ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെയായിട്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നൊരു 500 ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് 500 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്താണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹെയർ എഫക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ വേറെയും നമുക്ക് താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹെയർ ഫോൾ മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ മാപ്പ് സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആഡ് നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഡ് നോയ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കീ ഫ്രെയിം വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോയ്സ് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുറച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെന്നുണ്ട് കൂട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിലവിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു പെർസെൻറ്റേജിൽ ഇട്ട് കൊടുക്കുകയാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രൂപത്തിൽ നമുക്ക് എഫക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹെയറിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പം ഈ ഹെയർ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലൂ കളറിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഏകദേശം ഈ ഒരു ബ്ലൂ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വേറൊരു ഫീലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ്, അതുപോലെ ഷെയ്ഡിങ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ റഫ്നെസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റഫ്നെസ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഗ്ലോ കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്ലോയിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിന് ECS കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.